ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 5-ാം ഞായർ നമ്മൾ കുടുംബ കൂട്ടായ്മകളിൽ പ്രാർത്ഥന നടത്തുമ്പോൾ ആരാധന കഴിഞ്ഞ് കൃതജ്ഞത അർപ്പിക്കുന്ന അവസരമുണ്ട്. ആ സമയത്ത് ലീഡർ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ ദൈവാനുഭവം പങ്കുവെച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവാനുഭവമുണ്ട്. പലപ്പോഴും പലരും അത് കാണുന്നില്ല, അല്ലെങ്കിൽ പങ്കുവെക്കുന്നില്ല. അത് കാണാത്തതിൻ്റെ കാരണം അവർ നോക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, ഏലിയ പ്രവാചകൻ ഹോറബ് മലയിൽ അദ്ദേഹത്തിന് ദൈവാനുഭവം ഉണ്ടായപ്പോൾ മലയുടെ മുകളിൽ നിൽക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. മലയുടെ മുകളിൽ നിന്നപ്പോൾ വലിയ ഭൂകമ്പം ഉണ്ടായി, വലിയ കൊടുങ്കാറ്റുണ്ടായി, അഗ്നിവർഷമുണ്ടായി. എന്നാൽ അതിലൊന്നും ദൈവമില്ലായിരുന്നു എന്നെടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞൊരു മൃദുസ്വരമായിട്ടാണ് ദൈവം കടന്നു വരിക. അവിടെ ആ മൃദുസ്വരത്തിൽ അദ്ദേഹത്തിന് ദൈവത്തെ കാണാൻ സാധിച്ചത്, ആ മൃദുസ്വരത്തിൽ ദൈവാനുഭവം ഉണ്ടാകാനുള്ള കാരണം ദൈവമുണ്ടോ എന്ന് അദ്ദേഹം നോക്കിയത് കൊണ്ടാണ്. നേരെ മറിച്ച് കൊടുങ്കാറ്റിലോ അഗ്നിവർഷത്തിലോ അല്ലെങ്കിൽ ഭൂകമ്പത്തിലോ കർത്താവ് ഇല്ല എന്ന് മനസ്സിലായത് അതിൽ കർത്താവ് ഉണ്ടോ എന്ന് നോക്കിയത് കൊണ്ടാണ്. നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായത്തിലാണ് സംഭവം കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ഓരോ വായനയും നമ്മുടെ ശ്രദ്ധയിൽ ഓരോരുത്തരുടെ ദൈവാനുഭവം കൊണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ ദൈവാനുഭവം, ഇന്നത്തെ 2-ാമത്തെ വായനയിൽ പൗലോസിൻ്റെ ദൈവാനുഭവം, ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസിൻ്റെ ദൈവാനുഭവം. ആ ദൈവാനുഭവവും അത് അവരിൽ വരുത്തിയ മാറ്റങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശ്രദ്ധയിൽ ഈ വായനകൾ കൊണ്ടുവരിക. നമ്മൾ ഓരോരുത്തരും ദിവ്യകുർബാനയ്ക്ക് അണഞ്ഞിരിക്കുകയാണ്. ദിവ്യകുർബാന നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ദൈവ അനുഭവമാണ്. ദിവ്യകുർബാനയിൽ നമ്മൾ കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആ പ്രകാശം കാണുന്നുണ്ട്, കർത്താവിൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്. നമ്മൾ കർത്താവിനെ രുചിച്ച് അറിയുന്ന ഒരു അനുഭവമുണ്ട്. ഒരു വിധത്തിൽ ഈ അനുഭവങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ ദൈവാനുഭവം. അദ്ദേഹം ആശ്രയിച്ചിരുന്ന രാജാവ് മരിച്ച അവസരത്തിലാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് ഈ വലിയ ദൈവാനുഭവം ഉണ്ടായത്. ദേവാലയത്തിൽ വെച്ചാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത്. അവിടെ അദ്ദേഹം ഇങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരു വിധത്തിൽ സ്വർഗം തന്നെ അദ്ദേഹം കണ്ടു എന്ന് വേണേൽ പറയാം. അവിടെ സ്വർഗത്തിൽ ദൈവം ഇരിക്കുന്നതും ആ ദൈവത്തിന് ചുറ്റും മാലാഖമാർ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്നതും കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹം ഏറ്റുപറയാണ്, അയ്യോ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ആ ഏറ്റുപറച്ചിൽ കഴിയുമ്പോൾ മാലാഖ ഒരു കുടിലുകൊണ്ട് ആ അൾത്താരയിൽ നിന്ന് ഒരു തീക്കട്ട കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ നാവിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ മാലിന്യങ്ങളെല്ലാം മാറ്റുന്നു എന്ന് പറഞ്ഞ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഓരോ ദിവ്യ കുർബാനയിൽ നിന്ന് ഓർത്തെ ഈ അനുഭവങ്ങളെല്ലാം ഇല്ലേ? നമ്മൾ പരിശുദ്ധൻ 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 എന്ന് പാടുമ്പോൾ ആ മാലാഖമാർ ദൈവത്തിൻ്റെ ചുറ്റും നിന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന അനുഭവമാണ് നമുക്കുണ്ടാവുക. ഒരു വിധത്തിൽ ആ മാലാഖമാരോട് ചേർന്നാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. സ്വർഗവും ഭൂമിയും അങ്ങയുടെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ മഹത്വം എല്ലായിടത്തുമുണ്ട് എന്നുള്ള വലിയ വെളിപാട് ഒരു വിധത്തിൽ പ്രവാചകന് ലഭിക്കുമായിരുന്നു. നമ്മുടെ ചുറ്റും കാണുന്ന ഓരോരുത്തരിലും, നമ്മുടെ ചുറ്റും കാണുന്ന ഓരോ വസ്തുവിലും, നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിലും എങ്ങും എവിടെയും ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്നു എന്നൊരു ബോധമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദിവ്യകുർബാനയിലാണല്ലോ കർത്താവിൻ്റെ സാന്നിധ്യം ഏറ്റവും നമ്മൾ അനുഭവിക്കുന്നത്. ആ നമ്മുടെ കൂട്ടായ്മയിൽ, ദേവാലയത്തിൽ, കാർമ്മികനിൽ, വായിക്കപ്പെടുന്ന വചനത്തിൽ, കത്തിക്കപ്പെടുന്ന തിരിയിൽ, അതുപോലെ ഏറ്റവും പ്രധാനമായി തിരുവോസ്തിയിൽ, തിരുരക്തത്തിലെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവിക്കുക. ഈശോയെ സ്വീകരിക്കുന്ന വ്യക്തികളിലും നമ്മൾ ഈശോയുടെ പ്രത്യേകമായ സാന്നിധ്യം അനുഭവിക്കുക.
നമ്മൾ നോക്കുക, നമ്മുടെ കുർബാനയുടെ തുടക്കത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല വൈദികൻ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും എൻ്റെ അധരങ്ങളെയും അങ്ങ് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ കുർബാന സ്വീകരിക്കും മുമ്പ്, കർത്താവേ അങ്ങ് എന്നിൽ എഴുന്നള്ളുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഒരു വിധത്തിൽ ഇന്നത്തെ ആ ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുക. അത് വലിയ ദൈവാനുഭവത്തിൻ്റെ നിമിഷങ്ങളാണെന്ന് ഓർമ്മപ്പെടുത്തുക. ആ മാലാഹ അൾത്താരയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ തീക്കട്ട കൊണ്ടുവന്ന് നമ്മുടെ നാവിൽ വയ്ക്കുമ്പോൾ അത് നമ്മുടെ ദിവ്യകാരുണ്യ സ്വീകരണത്തെ ഓർമ്മപ്പെടുത്തുവാണ്. നമ്മൾ മലങ്കര കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അവർ ദിവ്യകാരുണ്യത്തെ തീക്കട്ട എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇപ്പം ഒരു വിധത്തിൽ മലഹമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം, പ്രവാചകനോട് ചേർന്ന് നമ്മുടെ പാപം ഏറ്റുപറയുന്ന ഒരു അനുഭവം, ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവം, ആ ദൈവത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ നാവിൽ പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യം ഉൾക്കൊള്ളുന്ന അനുഭവം, എന്നിട്ടോ അവസാനം കുർബാനയുടെ സമാപനത്തിൽ നമ്മൾ അയക്കപ്പെടുന്ന അനുഭവം. ഞാൻ ആരെ അയക്കും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇതാ ഞാൻ, എന്നെ അയച്ചാലും എന്ന് പറയുന്ന രീതിയിലാണ് കുർബാന കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ ഓരോ ദിവ്യ കുർബാനയും നമുക്ക് വലിയ ദൈവാനുഭവമാണ്. ഇപ്പം ദൈവത്തിൻ്റെ ആ അനുഭവത്താൽ നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾ ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന അനുഭവം, ദൈവത്താൽ അയക്കപ്പെടുന്ന ഒരു അനുഭവം എല്ലാം നമുക്ക് ലഭിക്കുക. നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ദൈവാനുഭവം പറയുക, താൻ ആ ഉത്ഥിതനായ ഈശോയെ കണ്ടുമുട്ടിയ അനുഭവം പ്രത്യേകമായിട്ട് പറയുകയാണ്. ഉത്ഥിതനെ കണ്ടുമുട്ടിയ ആ അനുഭവത്തിലാണല്ലോ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും ഈശോയുടെ അപ്പോസ്തലന്മാരായി മാറുന്നത്. മരണത്തെയും ജയിച്ച് ഉത്ഥിതനായ ഈശോ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കണ്ടുമുട്ടുമ്പോൾ അവിടുത്തെ ചൈതന്യത്താൽ നമ്മൾ നിറയും, അവിടുത്തെ ശക്തിയാൽ നമ്മൾ നിറയും. അതാണല്ലോ പരിശുദ്ധാത്മാവ് രൂപത്തിൽ. യേശുക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചതിൻ്റെ ആത്മാവാണല്ലോ പരിശുദ്ധാത്മാവ്. അപ്പം ഈശോയുടെ ഉത്ഥാനം പ്രഘോഷിക്കുവാൻ ശ്രദ്ധ വെച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ അതിന് നമുക്ക് ആ ഒരു ദൈവാനുഭവം, ഉത്ഥിതനെ കണ്ടുമുട്ടുന്ന ദൈവാനുഭവം, മറ്റുള്ളവർക്കെല്ലാം ഉത്ഥിതനെ കണ്ടുമുട്ടാൻ സാധിച്ചു. ഏറ്റവും അവസാനം അകാല ജാതൻ എന്നതുപോലെ എനിക്കും ആ ഉത്ഥിതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടോ ദൈവത്തിൻ്റെ കൃപയാൽ നിറയപ്പെട്ടു. ആ കൃപയാൽ അദ്ദേഹം കർത്താവിനാൽ അയക്കപ്പെട്ടു. എന്നിട്ട് കർത്താവിന് വേണ്ടി അദ്ദേഹം ഒത്തിരി തൻ്റെ ജീവിതം മുഴുവനും രൂപത്തിൽ ചെലവഴിച്ചു. എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ, ഞാൻ എന്താണോ അത് ദൈവകൃപയാലാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ്. അതിന് മുമ്പുണ്ടായിരുന്ന അഹന്തയുടെ ആ ജീവിതം മാറി എളിമയുടെ തലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇറങ്ങി വരിക. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ മഹിമയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആ എളിമ നമ്മൾ ബോധപ്പെടുക. അയ്യോ ഞാൻ അശുദ്ധനാണ്, ഞാൻ പാപിയാണെന്നുള്ളൊരു ഏറ്റുപറച്ചിലാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലും പ്രിയപ്പെട്ടവരെ അതുതന്നെയല്ലേ കാണുന്നത്. പത്രോസ് അപ്പോസ്തലൻ അദ്ദേഹം വിചാരിച്ചത് താനാണ് ഏറ്റവും വലിയ മുക്കുമാരുടെ തലവൻ താനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ആയിരുന്നത്. പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ ആ വള്ളത്തിലേക്ക് ഈശോ കയറിയിരുന്ന് പഠിപ്പിക്കുമ്പോഴുണ്ടല്ലോ ആൾക്കാരെല്ലാം ഇങ്ങനെ തിങ്ങിക്കൂടുക. ഒരു വിധത്തിൽ കർത്താവ് ഒത്തിരി മനുഷ്യരെ ഇങ്ങനെ പിടിച്ച കാര്യം അവിടെ വരുക. എന്നിട്ടോ കർത്താവ് ഈ പത്രോസിനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ആഴത്തിലേക്ക് പോയി അവിടെ നീ വലയിറക്കുക. ആഴത്തിലേക്ക് നമ്മൾ പുറമേ ഇങ്ങനെ നിന്നാൽ പോരാ, അരികിൽ നിന്നാൽ പോരാ, നമുക്ക് ആഴത്തിലേക്ക് പോകണം. എന്നിട്ട് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചതാണ്, ഒരു മീൻ പോലും ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ അത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. എങ്കിലും ഞാൻ നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാമെന്ന് പറഞ്ഞു. വലയിറക്കി. അതിൻ്റെ ഫലമോ സമൃദ്ധമായ മീൻ. ഞങ്ങളുടെ കൂട്ടുകാരെ പോലും വിളിക്കുന്നുണ്ടെന്നു 2 വള്ളം നിറയെ ആ സമൃദ്ധമായ മത്സ്യങ്ങൾ പിടിച്ചു. അത് കണ്ടപ്പോഴാണ് പത്രോസ് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ മഹത്വം, കർത്താവിൻ്റെ ദൈവീകത ഗ്രഹിച്ചിട്ട് പറയാണ്, കർത്താവേ എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് അദ്ദേഹത്തിൻ്റെ പാപം ക്ഷമിച്ചു. നമ്മുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമുക്ക് പാപമോചനം വരിക. നമ്മുടെ കുമ്പസാരത്തിലെ അനുഭവം അതാണല്ലോ. അങ്ങനെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞപ്പോഴോ രൂപത്തിൽ പത്രോസിനോട് കർത്താവ് പറയാണ്,
നീ ഇതുവരെ മത്സ്യത്തെ പിടിച്ചു. ഇനി നീ എന്ത് ചെയ്യണമെന്നറിയാവോ? നിൻ്റെ ആ കഴിവെല്ലാം ഉപയോഗിച്ച് നീ മനുഷ്യരെ പിടിക്കുന്നവരാകണം. ഞാൻ മനുഷ്യരെ പിടിക്കുന്നു, അതേപോലെ നിങ്ങളും മനുഷ്യരെ പിടിക്കുന്നവരാകണം. കർത്താവിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കുവാനുള്ള വലിയ കടമ പ്രിയപ്പെട്ടവരെ അവിടെ വരികയാണ്. നമ്മുടെ ഇന്നത്തെ സങ്കീർത്തനം ആ ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ എടുത്തു പറയുന്ന സങ്കീർത്തനമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കുർബാനയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവാനുഭവത്തെക്കുറിച്ച് ബോധപ്പെടാം. ആ ദൈവാനുഭവം തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കാം. ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുക. നമുക്കറിയാമല്ലോ, നമ്മൾ ദിവ്യകുർബാന ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്തത് ഒരു വിധത്തിൽ അനുഭേദ്യമാക്കുന്നതാണ്. കാണാവുന്നതിലൂടെ കാണപ്പെടാത്തതിനെ അനുഭേദ്യമാക്കുന്നതാണ് കൂദാശ എന്ന് പറഞ്ഞാൽ. നമുക്ക് കാണാനാവാത്ത ആ അപ്പുറത്തേക്ക് നമുക്ക് ആഴത്തിലേക്ക് ഒന്ന് നോക്കാനും ആഴത്തിലേക്കൊന്ന് കടന്നു ചെല്ലുവാനും ആഴത്തിലിരിക്കുന്നവനെ നമുക്ക് കണ്ടെത്താനും സാധിക്കണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റണം. സ്വർഗത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റണം. അങ്ങനെ ദൈവാനുഭവത്താൽ നമുക്ക് നിറയപ്പെടാനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ദൈവം ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ കർത്താവിനെ കണ്ടെത്തും. നമ്മൾ പ്രവാചകൻ യെശയ്യാ പ്രവാചകനെ പോലെ സ്വർഗത്തിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരെയും കർത്താവ് നിരന്തരം വിളിക്കുന്നുണ്ട്. അത് എവിടെ വെച്ചെന്നൊക്കെ പറയാനാവില്ല. അത് ചിലപ്പോൾ നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം. നമ്മൾ ചിലപ്പോൾ അത് യെശയ്യാ പ്രവാചകനെ പോലെ, അല്ലെങ്കിൽ നമ്മൾ പത്രോസിനെ പോലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാകാം പൗലോസിനെ പോലെ, അല്ലെങ്കിൽ സക്കേവസിനെ പോലെ നമ്മൾ മരത്തെ കയറിയിരിക്കുമ്പോഴാകാം. എവിടെയും പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എവിടെയായിരിക്കുമ്പോഴും എല്ലായ്പ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. കർത്താവ് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയാണ്. കർത്താവ് കടന്നു വരുമ്പോൾ നമുക്ക് അത് സംതൃപ്തിയാണ്. കർത്താവ് കടന്നു വരുമ്പോൾ അത് നമുക്ക് വിശുദ്ധീകരണമാണ്. കർത്താവ് കടന്നു വരുമ്പോൾ അത് നമുക്ക് വിമോചനമാണ്, വീണ്ടെടുപ്പാണ്. ആ രീതിയിൽ കർത്താവ് കടന്നു വരട്ടെ. കടന്നു വന്ന് രക്ഷയുടെ അനുഭവത്താൽ നമ്മെ നിറയ്ക്കട്ടെ. സമർത്ഥമായ ജീവൻ്റെ ഉടമകളായി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ അനുഭവിച്ചാൽ മാത്രം പോരാ, ആ ദൈവാനുഭവത്തിലേക്ക് മറ്റുള്ളവരെ ആനയിക്കുകയും വേണം. നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ നമ്മൾ നമ്മുടെ ദൈവാനുഭവം പങ്കുവയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദൈവാനുഭവം അവർക്കും ഉണ്ട് എന്ന് അവർ ബോധപ്പെടാനും അത് ഏറ്റുപറയാനും അത് ഇടയാകും. നമുക്കറിയാമല്ലോ, നമ്മുടെ ബൈബിള് രചിക്കപ്പെട്ടത് ഈ ദൈവാനുഭവങ്ങളെല്ലാം അവർ പങ്കുവെച്ചപ്പോഴാണ്. അവർ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ തങ്ങളുടെ ദൈവാനുഭവം പങ്കുവെച്ചു. അത് ഓരോരുത്തർ എഴുതാൻ തുടങ്ങി, എന്നിട്ട് അത് ക്രോഡീകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബൈബിൾ എഴുതപ്പെട്ടത്. എന്നിട്ട് നമ്മൾ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നത് എന്താണെന്നറിയാവോ? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ കൈകൊണ്ട് സ്പർശിച്ചറിഞ്ഞത്, അവൻ്റെ സന്നിധിയിലായിരുന്നു ഞങ്ങൾ അനുഭവിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എന്തിനാണെന്നറിയാവോ? നിങ്ങളുമായി ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകണം. മാത്രമല്ല, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷത്താൽ നിങ്ങൾ നിറയുകയും വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവാനുഭവത്തെക്കുറിച്ച് ബോധപ്പെടാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവമുണ്ട്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ സന്നിഹിതനാണ്. അവിടുന്ന് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു, വഴി നടത്തുന്നു. ആ ദൈവത്തെ നിരന്തരം ബോധപ്പെടാനും ദൈവത്തോട് നന്ദിയാൽ നിറഞ്ഞ് ജീവിക്കുവാനും അവിടുത്തെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുവാനും അവിടുത്തെ ശിഷ്യരായി, അവിടുത്തെ ശുശ്രൂഷകരായി, പ്രിയപ്പെട്ടവരെ അവിടുത്തെ സാക്ഷികളായി ജീവിക്കുവാനും തയ്യാറാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.